ഇല്ലില്ല, ഇതിപ്പോ എന്ത് സംഭവം നടന്നാലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കണ്ണൂർ ജയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത് വസ്തുതകൾ വച്ചിട്ടല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി എന്താ പറഞ്ഞേ, ഈ പ്രതി ചാടിപ്പോയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്. ആ പ്രതി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്ത് നുണയാണ് പറയുന്നത്? രാവിലെ 6:30-ക്ക് ജയിലിൽ കിടക്കുന്ന ഓരോ സെല്ലിലുള്ളവരുടെയും അറ്റൻഡൻസ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതി ജയിൽ ചാടി പോയി എന്ന് ബോധ്യപ്പെട്ടത്. 7:05-ന് തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞ് ഇതിന്റെ GD എൻട്രി വച്ചിട്ട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വെറും 35 മിനിറ്റാണ് എടുത്തത്. അതാണ് പറയുന്നത് 3.5 മണിക്കൂറിന് ശേഷമാണ് പോലീസിനെ അറിയിച്ചത് എന്ന രൂപത്തിൽ പറയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ഇവിടെ പറഞ്ഞത് ഇവിടെ ജയിൽ ഉപദേശക സമിതി അതിൽ ഇന്ന ആളുകളാണ് അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാന്ന്. താങ്കൾക്കറിയോ ഈ കേരളത്തിലെ ജയിലുകളിൽ ജീവപര്യന്തം തടവും അതുപോലെ വധശിക്ഷയും വിധിക്കപ്പെട്ട എത്ര പേരുണ്ടെന്ന്? കൃത്യമായി പറഞ്ഞാൽ 2273 പേരുണ്ട്. അതിൽ ജയിൽ ഉപദേശക സമിതി ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും അതുപോലെ MLA-മാരും ലോക്കലായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട്. അവർ ശുപാർശ ചെയ്ത് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഈ 20 വർഷത്തിന് മുകളിൽ കൃത്യമായി ശിക്ഷ അനുഭവിച്ച 422 പേരെ ജയിൽ മോചിതനാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ അതിൽ പകുതി പേരെ പോലും ജയിലിൽ നിന്ന് വിടാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് അതിക്രമം, സുപ്രീം കോടതി മാനദണ്ഡം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിവിധ വിധിന്യായങ്ങൾ, ഇതെല്ലാം അഭിഭാഷകൻ അറിയാമല്ലോ. അത്തരത്തിൽ കൃത്യമായി സുതാര്യമായി പോകുന്ന സാഹചര്യം തന്നെയാണ് ഭൂരിഭാഗം ജയിലുകളിലും ഉള്ളത്. പക്ഷേ ഈ നിയമവും കോടതി വിധികളും സർവൈലൻസും എല്ലാം ഉണ്ടെങ്കിലും ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ഈ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 541 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 541 പുതിയ തസ്തിക. ഇപ്പോൾ 2416 തസ്തികകളാണ് ജയിലിലുള്ളത്. ഇപ്പോൾ 126 വരെ പുതുതായിട്ട് നിയമിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ സിസ്റ്റം ശക്തമാക്കി കൂടുതൽ ദൃഢമാക്കി ഏറ്റവും കൂടുതൽ ടൈറ്റാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കൊടുശനിമാരുടെ വിളയാട്ടത്തിന്റെ കഥകൾ പുറത്തു വരുന്നു. അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്റെ കഥകൾ പുറത്തു വരുന്നു. കൊട്ടേഷന് നേതൃത്വം കൊടുത്തതിന്റെ കഥകൾ പുറത്തു വരുന്നു. അകത്ത് തന്നെ ഗൂണ്ടായുസം കാണിച്ചതിന്റെ കഥകൾ പുറത്തു വരുന്നു. ഇപ്പോൾ അവസാനം ഗോവിന്ദചാമി പുറത്തു ചാടുന്നതിന്റെ വിവരം പുറത്തു വരുന്നു. നമ്മളെല്ലാത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ റിസൾട്ട് എന്താണ്? ഒറ്റ ഞാൻ പറഞ്ഞല്ലോ, അതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പോലീസ് എന്നാൽ POLICI ഓരോ വാക്കിനും കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ടല്ലോ. പൊളൈറ്റ്നസ്, ഒബീഡിയൻസ്, അതുപോലെ തന്നെ ലോയൽറ്റി, ഇന്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി, അങ്ങനെയാണല്ലോ പോലീസ്, POLICE. അപ്പോൾ ആ പോലീസ് 108 വരെ പുറത്താക്കേണ്ടി വരുന്ന സാഹചര്യം, ജയിൽ ഓഫീസർമാരായിട്ട് വരുന്നവരും കുറ്റകൃത്യത്തിന്റെ ഭാഗമായി പോകുന്ന വിരലിൽ എണ്ണാവുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഇത് വരുന്ന ക്രിമിനലുകളാണല്ലോ, 1, 2, 3 കൊലക്കേസിൽ പ്രതികളായ, ബലാത്സംഗ കേസിൽ പ്രതിവായ, സമൂഹത്തിന് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ വേറെയുണ്ട്. അപ്പൊ അവരെ കറക്ഷൻ സെന്ററല്ലേ ജയിലുകൾ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ ഒരുവിധം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ട്. അപ്പോ ഇവരെ ആരെയും സംരക്ഷിക്കാനുള്ള നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കില്ല. മാതൃകാപരമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവിന്ദചാമിയെ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ സുപ്രീം കോടതി വിധി അനുസരിച്ച് തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ? സഹപ്രതികൾ കൂട്ടുനിന്നിട്ടുണ്ടോ? ഇതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പ്രതികൾ പോയി ഇത്തരത്തിൽ ആക്സസ് ബ്ലേഡ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കും, മാതൃകാപരമായി ശിക്ഷിക്കും. അതുപോലെ തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ വൈദ്യുതി പ്രവാഹമുണ്ടല്ലോ മതിലിന്റെ മുകളിലുള്ള, അത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും അത് കൃത്യമായി അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഡാമേജുകൾ, കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ വിയ്യൂർ ജയിലിൽ, ഇപ്പൊ തൃശ്ശൂർ വിയ്യൂർ ജയിലിൽ പുതിയ ഇൻസ്റ്റാളിംഗ് നടക്കുകയാണ്. വൈദ്യുതി അരുൺകുമാർ, അതിൽ കറണ്ട് ഓടുന്നില്ല, സംഗതി മൊത്തം കുളമായി കിടക്കുന്നത് കണ്ടെത്തണം, അന്വേഷണം. അല്ല, പകൽ സമയങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവരം അവർക്ക് കിട്ടുന്നുണ്ടോ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കട്ടെ. ഇപ്പൊ 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുന്ന മുഴുവൻ ആളുകൾ, അത് ഉദ്യോഗസ്ഥരായാലും സഹതടവുകാരായാലും ആരാണോ സഹായിച്ചത്, മാതൃകാപരമായി ശിക്ഷിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ആശങ്കാജനകമായിട്ട് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവം, അത് 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും ഈ ഒരു തരത്തിലും ഇത് ആവർത്തിക്കാതെ നോക്കും. റിപ്പർ ജയാനന്ദൻ നമുക്കറിയാം 3-4
മാസം കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത്. ജിഷ വധക്കേസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. മാങ്ങ കെട്ടിത്തൂക്കിയും ആപ്പിൾ കെട്ടിത്തൂക്കിയും ആ പ്രതിയുടെ ഒരു ചെരുപ്പ് എടുക്കാൻ പ്രതി തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഒരു ഘട്ടമല്ല ഇപ്പോൾ ഉള്ളത്. മാതൃകാപരമായി തന്നെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാതൃകാപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കും, അതിലൊരു സംശയം വേണ്ട.